ഷെയ്ൻ നീക്കം. ഷെയ്ൻ്റെ ഡയലോഗ് പറയാം. സജി, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം പറയാം. രണ്ടുപേരും വിളിച്ചുകൊണ്ട് പോയിരിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ സജി നല്ല കുടുംബങ്ങൾക്ക് ഒരു സംസ്കാരമുണ്ട്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചേച്ചി വന്ന നല്ല സ്ഥലത്താണ്. ഇവിടെ ഇനി തൊലിഞ്ഞു പോകാൻ ഒന്നും ഇല്ല. അതേതായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ആ സിനിമ കാണുന്ന പോലെ തന്നെ തോന്നി കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്കും. ആക്ച്വലി ഇതൊരു രഞ്ജുന്റെ ഇതൊരു പ്രൊഫഷൻ ആണോ ഈ മിമിക്രി എന്ന് പറയുന്നത്? ഞാൻ ശരിക്കും ഫോട്ടോഗ്രാഫർ, ആൽബം ഡിസൈനർ, വെഡിങ് ആൽബം ആ ഒരു ഫീൽഡാണ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ നമ്മുടെ മലയാള ഭാഷയിലുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ പിടിച്ചു ഇനി ഇങ്ങനെ നാഷണൽ ലെവലിലേക്കും ഇന്റർനാഷണൽ ലെവലിലേക്കും ഒക്കെ പോകാനായിട്ട് രഞ്ജുന് സാധിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ യൂട്യൂബ് വ്ളോഗേഴ്സിന്റെ ഒക്കെ ഒക്കെ എടുക്കാറുണ്ടോ? അങ്ങനെ അറിയാവുന്ന ഫുക്രൂന്റെ ശബ്ദം, ഫുക്രൂന്റെ ഇന്റർവ്യൂ പറയാം. നമ്മൾ ഇന്റർവ്യൂ എനിക്ക് എന്താണ്ട് ഞാനേ ശരിക്കും പറഞ്ഞ പരിപാടി കാണും കേട്ടോ, നല്ല സൂപ്പറാ കേട്ടോ. കാരണം നമ്മള് കുറെ കൂട്ടുകാരൊക്കെ കൂടി നേരത്തെ ഇങ്ങനെ ബൈക്ക് സ്റ്റണ്ടും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നതാണേ. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ വന്ന നെഗറ്റീവ് കമന്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെയാണ്. പക്ഷെ നമുക്കുണ്ടല്ലോ, നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറാ, നമ്മളൊക്കെ കയറി വേറെ ലെവലിൽ പോകുന്ന പരിപാടി. ഞാൻ കാണുന്നുണ്ട്, പരിപാടിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് നമുക്ക് പിന്നെ ആർമി നേവി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സെറ്റപ്പില്ല. കൂട്ടുകാരൊക്കെ ഉള്ളതാണ്, ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തായാലും ഭയങ്കര ചേച്ചി ഇതൊക്കെ ഇങ്ങനെ ഈ ഡയലോഗുകളൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? രഞ്ജു എനിക്ക് തോന്നുന്നു ഭയങ്കര ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. രഞ്ജുന്റെ കയ്യിൽ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതുപോലത്തെ ഒരു വ്ളോഗറിനെ കൂടെ ഒരു ആഗ്രഹം. ഫിഷിംഗ് ഫ്രീക്കിന്റെ ഒന്ന് ട്രൈ ചെയ്യാം. ഫിഷിംഗ് ഫ്രീക്കിന്റെ വോയിസ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ട്. മമ്മിക്ക് അറിയാം എന്നെ ഇരിക്കുന്നത് അറിയാമോ? പപ്പയ്ക്ക് അറിയാം എൻ്റെ ഇരിക്കുന്നതെന്നെ. ജിനോജിന് നല്ല ഐഡിയ ഉണ്ടോ? എൻ്റെ ഒരു താഴെ ഇരിപ്പുണ്ട്, അറിയാമോ? 3 ലക്ഷം രൂപയുടെ ഒരു മീനെ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഈ ബുൾജെറ്റ് ഉണ്ടല്ലോ, ഒരാളുടെ വോയിസ് ചെയ്യാം, ബ്രദറിന്റെ വോയിസ് ചെയ്യാം. ഗൈസ് സത്യം പറഞ്ഞാൽ ഗൈസ് ഭയങ്കര വിഷമം കൊടുക്കുക. കാരണം ഞങ്ങൾ ഇത്ര 2 കോടി ഒരു വണ്ടി ഞങ്ങൾ ഇറക്കിയ ഗൈസ്. പക്ഷേ എമ്മിടി ഞങ്ങളെ ബുദ്ധിമുട്ട് ഭയങ്കര വിഷമമുണ്ട്. അല്ലല്ലോ ഇവരൊക്കെ എന്നെ കാഴ്ചയിലാണ് ഗൈസ്. അല്ലേ ഇവരെ കണ്ട് എന്നെ വിഷമമാണ് ഞങ്ങൾ വന്നതെന്നറിയാമോ ഗൈസ്. അത് കണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ചാർജ് ഗൈസ് ചെയ്ത് ഞങ്ങൾ പുതിയൊരു സിനിമ വരുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അത്താണ് എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നു. സിനിമാ താരങ്ങളെക്കാളും ഈ വ്ളോഗേഴ്സിന്റെ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത്. അതെല്ലാം ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്തൊക്കെ ഇടുകയാണോ? കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ വരുന്ന. ഇനി ആരെങ്കിലും ലോലന്റെ വോയിസ് ചെയ്യാൻ, കരിക്കില്ല ലോലന്റെ. എനിക്ക് പോപ്കോൺ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം ഇതുപോലെ കടലെ മാമന്റെ അടുത്ത് നിന്നപ്പോ അവര് പറഞ്ഞു തിയേറ്ററിലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നേരെ തിയേറ്ററിൽ ചെന്നപ്പോ അവര് പറഞ്ഞു പടം തുടങ്ങി പകുതി ആയാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്തോ പടം മുഴുവൻ ഇരുന്നും കണ്ടു. അതാണ് പോപ്കോൺ മേടിച്ചു. പെട്രോളില്ല, വണ്ടി അവിടെ നിന്ന് ഒരു കുത്തിക്കൊത്താ ഞങ്ങൾ ഇവിടെ വരെ വന്നത്. എന്തായാലും രഞ്ജു അടിപൊളിയായിട്ടുണ്ട്. രഞ്ജു സൂപ്പറാണ് കേട്ടോ. താങ്ക് യു.